യുദ്ധം ചെയ്യണമായിട്ടല്ല. പക്ഷെ നിവർത്തിയില്ല. അർജുനന് യുദ്ധം ചെയ്യാതെ ജീവിക്കാനേ സാധ്യമല്ല. യുദ്ധവാസന അയാളെ കടന്ന് മുറുകെ പിടിച്ചിരിക്കുകയാണ്. അയാൾ ഇവിടെ യുദ്ധം ചെയ്തില്ലെങ്കിൽ വേറൊരിടത്ത് യുദ്ധം ചെയ്യും. കൃഷ്ണനറിയാം എവിടെ യുദ്ധം ചെയ്താലും ഒരു കുഴപ്പമില്ല, ഇവിടെ ആരും മരിക്കുന്നില്ല, ആരും ജനിക്കുന്നില്ല. 2-ാം അധ്യായത്തിൽ തന്നെ അത് തീർത്തു പറയുന്നുണ്ട്. നജായതേ മ്രിയതേവ കഥാചിത്, ഒരിക്കലും ആരും ജനിക്കുന്നില്ല. പിന്നെ ഇവിടെ എന്ത് യുദ്ധം? ഇതൊരു കളി, മായ, ജഡങ്ങളുടെ ഒരു കളി. ഗുരുദേവൻ പറയും, കീലാല വായു അനല കോലാഹലം ഭൂവനം, പഞ്ചഭൂതങ്ങളുടെ ഒരു കോലാഹലം, ആലാപം മാത്രം, വെറും കുറെ ശബ്ദബഹളം. അതിൽ കവിഞ്ഞ് ഇവിടെ ഒന്നുമില്ല. ജഡ കോലാഹലം, ബോധത്തിനൊരു കുഴപ്പമില്ല. അത് ജനിച്ചിട്ടില്ല, ജീർണിക്കുന്നില്ല, അത് മരിക്കുന്നുമില്ല. ഈ ജഡബോധ വിശകലനം തന്നെ നമ്മെ അത്യന്തം ചരിതാർത്ഥരാക്കി തീർക്കും. അതുകൊണ്ട് എന്റെ പ്രിയം തന്നെ അന്യന്റെ പ്രിയം, രണ്ടുപേരും ആത്മാവിനെ കാണാൻ ശ്രമിക്കുന്നു. ഇതറിയുന്നയാൾ എന്ത് സംഭവിച്ചാലും മറ്റൊന്നിനെയും വിദ്വേഷിക്കുകയില്ല. കാരണം എന്റെ ഉള്ളിൽ വിദ്വേഷം കടന്നു വന്നാൽ മറഞ്ഞു പോകുന്നത് എന്റെ ആത്മാനന്ദമാണ്. നിത്യമായി സ്ഥിതി ചെയ്യുന്ന ആത്മാനന്ദം മറഞ്ഞു പോകുന്നു, നഷ്ടപ്പെടുന്നില്ല. സ്പഷ്ടമല്ലേ? വിദ്വേഷവും കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് കാര്യമായ സുഖം എന്തെങ്കിലും എപ്പോഴെങ്കിലും അനുഭവിക്കാൻ പറ്റുമോ? അപ്പോ പ്രിയം അവരന്റെ അതെൻ പ്രിയം, സ്വകീയ പ്രിയം അവരപ്രിയം, ഇപ്രകാരമാകും നയം. ഇതാണ് സത്യം. അതിനാലെ അതുകൊണ്ട് എന്തു വേണം? നരന്നു നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരേണം. നരന്നു നന്മ നൽകും ക്രിയ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മനുഷ്യന് അവനവന് നന്മ ഉണ്ടാക്കാനായി ചെയ്യുന്ന ഏത് പ്രവൃത്തിയും അന്യനുകൂടി സഹായകമാവണം. ഒരിക്കലും അന്യനെ ദ്രോഹിക്കുകയെന്ന ചിന്തയോടുകൂടി ഒരു പ്രവൃത്തിയും ചെയ്യാൻ ഇടയാകരുത്. അങ്ങനെ ആയാൽ ആദ്യം ദ്രോഹിക്കുന്നത് അവനവനെ തന്നെയായിരിക്കും. ഈ മഹത്തായ ശാസ്ത്ര രഹസ്യമാണ് പരോപകാരത്തെക്കുറിച്ചൊക്കെ നമ്മെ ഗാഠമായി ഉദ്ബോധിപ്പിക്കുന്ന വാക്യങ്ങൾ രചിക്കാൻ മഹാത്മാക്കളെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് നരന്നു നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരേണം. മറ്റൊരാളിന്റെ മനസ്സിന് ദുഃഖമോ രാഗമോ ദ്വേഷമോ ജനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും കഴിയും വിധം ചെയ്യാതിരിക്കുക. അവനവന് നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഏത് പ്രവൃത്തിയും ശത്രുവായാൽ പോലും അന്യന് പോലും ഗുണകരമാം വണ്ണം ചെയ്യാൻ ശ്രമിക്കുക. ഇതാ 23-ാമത്തെ പദ്യം കുറെ കൂടി വ്യക്തമാകുന്നു. ഈ സത്യമറിയുന്ന മഹാത്മാക്കൾ അവരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്നു അപജയകർമ്മം അവനു വേണ്ടി മാത്രം. അവരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു. കൃപാലു എന്ന് വെച്ചാൽ എന്താ, വെറുതെ കുറെ കാരുണ്യമല്ല, സർവം ഈശ്വരമയമായി കാണുന്ന സത്യദർശി, ഒക്കെ ഈശ്വരമയം. തന്റെ ശത്രുവിനോട് പോലും സ്നേഹം. ആ അംബരീഷരും മറ്റും വായിച്ചു നോക്കുക. ദുർവാസാവ് അങ്ങോട്ട് അംബരീഷനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ആ ദുർവാസാവിനെ പോലും അതിരറ്റ സ്നേഹത്തോടുകൂടി ആശ്ലേഷിച്ച് ഭക്ഷണം കൊടുത്ത് ശാന്തനാക്കിയാണ് അംബരീഷൻ പറഞ്ഞയക്കുന്നത്. എന്താ കാര്യം? അംബരീഷന് മരണം പോലും പ്രശ്നമല്ല, മരിച്ചാൽ പോലും നഷ്ടമാകാത്ത ആത്മസുഖം അദ്ദേഹം അനുഭവിക്കുന്നു. പിന്നെ എന്തിന് ദുർവാസാവിനെ വെറുക്കണം? ദുർവാസാവ് വേണമെങ്കിൽ ഈ ശരീരത്തെ നശിപ്പിച്ചോട്ടെ, എനിക്കതുകൊണ്ടൊന്നും വരാനില്ല. അവരാണ് കൃപാലുക്കൾ. അവരുടെ കൃപയെ നഷ്ടമാക്കാൻ ആർക്കും സാധ്യമല്ല. ഗുരുദേവനെ പോലുള്ള കൃപാലുക്കൾ, സർവം ബ്രഹ്മമയമെന്ന് ഉറപ്പുവന്ന ഗുരുദേവൻ തന്റെ അവസാന നിമിഷം വരെ അന്യനു വേണ്ടി, അന്യനില്ല പക്ഷെ അന്യർക്കവർ ഉണ്ടല്ലോ,
അതുകൊണ്ട് അവർക്ക് വേണ്ടി കൃപാലുവായി എന്തും ചെയ്യാൻ സന്നദ്ധനായി, തന്റെ ജീവിതം പോലും അർപ്പിക്കാൻ സന്നദ്ധനായി ജീവിച്ചു. അദ്ദേഹത്തിന് ഈ ശരീരം പോയതുകൊണ്ട് ഒരു കുഴപ്പവും വരാനില്ല. അന്യർക്ക് ഈ സത്യം പിടികിട്ടുമെങ്കിൽ പിടികിട്ടട്ടെ. അതിനുവേണ്ടിയുള്ള യജ്ഞത്തിന്റെ ഒരു ഭാഗമാണ് ആത്മോപദേശ ശതക രചനയും മറ്റും. അവരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട്, കൃപണത ലുപ്തില്ലാതെ, ഒരു തടവുമില്ലാതെ, ഒരു റിസർവേഷനും ഇല്ലാതെ കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. നേരെ മറിച്ച് കൃപണൻ ലുപ്തി, എന്റെ സ്വാർത്ഥ ലോലുപൻ, എനിക്കെല്ലാം വേണം. ഇന്ന് ലോകത്ത് എവിടെയും ഈ സ്വാർത്ഥത അതിന്റെ മൂർധന്യത്തിലെത്തി നിൽക്കുകയാണ്. കൃപണൻ, അങ്ങനെയുള്ള കൃപണൻ സ്വാർത്ഥമോഹി അധോമുഖനായി ഈ ജഡത്തിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് എന്റെ വീട്, എന്റേത്, നിന്റേത്, എന്റെ നാട്, എന്റെ ഭാഷ, എന്റെ ജാതി, എന്റെ മതം എന്ന് പറഞ്ഞിങ്ങനെ കൃപണൻ അധോമുഖനായി അജ്ഞതയുടെ ഫലമായിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്നു. ഇങ്ങനെ പെടഞ്ഞ് കർമ്മം ചെയ്യുകയാണ്. നല്ല ഒന്നാന്തരം കവിത. കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്നു അപജയ കർമ്മം. എന്താ? എല്ലാം നഷ്ടപ്പെടുന്ന കർമ്മം. അവൻ ആഗ്രഹിക്കുന്ന ആനന്ദം തെളിഞ്ഞു കിട്ടുന്നില്ല. അങ്ങോട്ടങ്ങോട്ട് ജഡബന്ധം കൂടുന്തോറും ദുഃഖം. ശരീരം തന്നെ ജീർണിക്കുന്നു, ഇന്ദ്രിയങ്ങൾ തളരുന്നു, ആഗ്രഹിച്ച വിഷയസുഖമൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല. ഒടുവിൽ ശരീരം ഉൾപ്പെടെ എല്ലാം വിട്ട് യാത്രയുമാകുന്നു. ഇതിനപ്പുറം ഒരു അപജയ കർമ്മം വേറെ ഉണ്ടോ? നേരെ മറിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ സത്യം ഉറപ്പിച്ചിരുന്നുവെങ്കിൽ ശരീരം ക്ഷീണിച്ചു, എനിക്കിനി ശരീരമേ വേണ്ട, ഞാൻ ആത്മാവിനെ തെളിച്ച് ജനനമരണങ്ങളില്ലാത്ത ആനന്ദം അനുഭവിക്കുന്നു. ഇനി എന്താ വേണ്ടത്? ശരീരം പൊക്കോട്ടെ, എന്തും പൊക്കോട്ടെ. മഹാബലിയെപ്പോലെ ഭഗവാൻ എല്ലാം പിടിച്ചു വാങ്ങി എല്ലാം കൊണ്ടുപോയിക്കോളണം. ഭഗവാനെ, എനിക്ക് യാതൊന്നും ആവശ്യമില്ല, എനിക്ക് ഭഗവാൻ മാത്രം മതി, അതായത് എന്റെ ആത്മാവ് എന്നാ മഹാധീരൻ നിശ്ചയിച്ചു. അതുപോലെ അങ്ങേറ്റം അർത്ഥവത്തായ വാക്കാണ് കൃപണൻ. അധോമുഖൻ, ജഡത്തിൽ ദൃഷ്ടി പതിപ്പിക്കുന്നവൻ, ഇല്ലാത്ത ജഡത്തിൽ അധോമുഖനായി കിടന്നു ചെയ്യുന്ന. ഞാൻ ശ്രദ്ധിച്ചു നോക്കാറുണ്ട്, ഈശ്വര അനുകമ്പ തോന്നും. വാസ്തവത്തിൽ ഓരോരുത്തർ വയസ്സുകാലത്തൊക്കെ പോലും കിട്ടുന്ന ഇങ്ങനെ പെടഞ്ഞ് സ്വല്പം ചില ചില്ലറ കാര്യങ്ങൾക്ക് വേണ്ടി രാപകൽ വേദനിച്ച് കർമ്മം ചെയ്യുന്നത് കണ്ടാൽ ഏതാണ്ടൊക്കെ ആയിപ്പോയി. വളരെ ദിവസം ഇരിക്കുക തന്നെ ഇല്ല, എന്നിട്ടും അങ്ങനെ പെടഞ്ഞ് കർമ്മം ചെയ്യുകയാണ്. കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്നു അപജയ കർമ്മം. പൂർണ്ണ പരാജയത്തിലെത്തുമെന്ന് ദിവസം പ്രതി തെളിയുന്ന കർമ്മം. ഏത് ചക്രവർത്തിക്കും പൂർണ്ണ പരാജയം ഒക്കെ വിട്ടുപോകണം. ചക്രവർത്തിമാരുടെ ചരിത്രം ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ചക്രവർത്തിമാരുടെ തന്നെ ചരിത്രം. ഒടുവിൽ ഒന്നുകിൽ മക്കൾ കൊല്ലും, അല്ലെങ്കിൽ ജയിലിൽ പിടിച്ചടയ്ക്കും. ശുദ്ധജലം കുടിക്കാൻ കിട്ടാതെ മരിച്ച ചക്രവർത്തിമാരുടെ ചരിത്രം നമ്മുടെ ചരിത്രത്തിൽ, ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ കാണാനുണ്ട്. ഇതാണ് ആരുടെയും ഗതി. ഇത് അപജയ കർമ്മം, അല്ലെങ്കിൽ പിന്നെ എന്ത് കർമ്മമാണിത്? എന്ത് ഭംഗിയായി ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നു. അപജയ കർമ്മം അവനു വേണ്ടി മാത്രം. അവൻ സ്വാർത്ഥ ലോലുപൻ. അവൻ മറ്റാരുടെയും കാര്യം ചിന്തിക്കുന്നില്ല. എല്ലാവരും ആത്മാവാണെന്ന സത്യം അവന് പിടിയില്ല. സുഖം എല്ലാവരുടെയും സ്വരൂപമാണെന്ന് അവൻ അറിയുന്നില്ല. എവിടുന്നോ സുഖം കിട്ടുമെന്ന് മോഹിക്കുന്നു. ഇന്ദ്രന്റെ കഥ പുരാണങ്ങളിൽ വായിച്ചു നോക്കൂ. അപജയ കർമ്മം. ഒടുവിൽ അയാൾ ഓടിയ ഓട്ടം. ഇന്ദ്രൻ വൃത്രനെ വധിച്ചിട്ട് ബ്രഹ്മഹത്യാഭാവം പേടിച്ചോടി ശുചീന്ദ്രത്ത് വരെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ കുറെ കാലം തപസ് ചെയ്ത് പാപം പോക്കാൻ അയാൾ ശ്രമിച്ചു എന്നാണ്. അതുകൊണ്ടാണ് ശുചീന്ദ്രം എന്ന് പേര് കിട്ടിയത്. ഇന്ദ്രനെ
ശുചിയാക്കാൻ ശ്രമിച്ച സ്ഥലം എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ്, സാറേ അങ്ങേക്ക് ഇന്ദ്രപദവിയിൽ ഈശ്വര വേണ്ടേ, നമുക്ക് ആവശ്യമേ ഇല്ല എന്ന് തീർത്ത് പറയാൻ യാതൊരു കുണ്ടത്. കാരണം ബിഭേതി കുതശ്ചന, ആത്മാവിനെ അറിഞ്ഞ ആൾക്ക് ഒരിടത്തു നിന്നും അദ്ദേഹത്തിന് ഭയമില്ല. മരണം പോലും അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഒരിക്കലും നഷ്ടപ്പെടുത്തുന്നില്ല. പ്രിയം ഒരു ജാതി എന്നുള്ളത് മനസ്സിലായാൽ പിന്നത്തെ 2 ശ്ലോകവും വളരെ എളുപ്പം. അവരനു വേണ്ടി അഹർനിശം രാപകൽ, അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണൻ സ്വാർത്ഥമോഹി, കൃപണൻ അധോമുഖനായി